ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ജേണൽ സപ്ലൈസ്. അതും വെറും ജേണൽ സപ്ലൈസ് അല്ല, ഹോം മെയ്ഡ് ജേണൽ സപ്ലൈസ്. ഈ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ഓരോന്നും എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഈ 2 ബോക്സുകളിലായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ സാധനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. വേണമെങ്കിൽ പേപ്പറിലോ കാർഡ്ബോർഡിലോ അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ 2 ബോക്സുകൾ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ഐറ്റമാണ് പാറ്റേൺ പേപ്പേഴ്സ്. അതിന് ഞാൻ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഗ്രിഡ് വരച്ചിട്ടുള്ള ഒരു മിനി ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ കളേഴ്സിൻ്റെ ഗ്രിഡുകൾ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിൽ അത് വെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പാറ്റേൺ പേപ്പേഴ്സായിട്ട് ഞാൻ വരച്ചിരിക്കുന്നത് ഈ 2 എണ്ണമാണ്. ഒന്നാമത്തെ ഇങ്ങനൊരു ഒരു ലീവ്സിൻ്റെ ആണ്, കുറേ ലീവ്സ് ഇതിൽ വരച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇങ്ങനെ 2 ഫ്ലവേഴ്സ്. ഇത് നമുക്ക് വേണമെങ്കിൽ പിങ്ക് ജേണലിനും ഇത് ബ്ലൂവിനൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ കുറച്ചെണ്ണം A4 ഷീറ്റിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി 3 എണ്ണം വരച്ചിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. ഇതൊക്കെയാണത്. ഈ 3 എണ്ണമാണ്. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കുറച്ച് ഒരു യെല്ലോ തീമിൽ കുറേ മൂൺസും സ്റ്റാർസും വരച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് ഇങ്ങനെ കുറച്ച് എഴുതിയ ഒരു ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് എഴുതുന്നത് കുറച്ച് ബ്ലാക്ക് പേനയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. ബോർഡർ കറുപ്പിൽ സ്കെച്ച് കൊടുത്തിട്ട് ഇത് പേന ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. പിന്നെ ഇതൊരു ബ്രൗൺ തീമിൽ ജസ്റ്റ് ഒരു പാറ്റേൺ പോലെ വരച്ചതാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത്രയും പാറ്റേൺ പേപ്പേഴ്സ് ഞാൻ ഇതിൽ തന്നെ വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ജേണൽ ഫ്രെയിംസ്. ഇപ്പോൾ ഒരു വെട്ടി വെച്ചിരിക്കുന്ന 3 ഫ്രെയിംസ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വരച്ചിരിക്കുന്ന 2 ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഉൾഭാഗം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ എല്ലാത്തിനെയും ഫ്രെയിംസ് പറയുമ്പോൾ നമ്മൾ ഉള്ളു കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് ഫ്രെയിം ആയിട്ട് മാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളൂടെ കട്ട് ചെയ്യണേ. ഞാൻ ഉണ്ടാക്കിയത് ഈ 5 നമ്മുടെ ഫ്രെയിമുകളെയും ഞാൻ ഈ ഒരു അറേ വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഇവിടെ വയ്ക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് ജേണൽ ലേബിൾസ്. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ലേബിൾസ്. ഇത് ചെറിയൊരു വിൻറ്റേജ് മോഡലിലാണ് ഇതും വരുന്നത് കേട്ടോ. ഫസ്റ്റ് എൻ്റെ ഒരു ബുള്ളറ്റ് നോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇവിടെ വെക്കാം. പിന്നെ ഇത് ഉണ്ടാക്കേണ്ട വിധം ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് നമ്മളിത് വരയ്ക്കുക. A4 ഷീറ്റിലോ 1 സൈഡ് പേപ്പറിലോ വരയ്ക്കാം. പിന്നെ നമുക്ക് ബോർഡർ വരയ്ക്കാം, വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ വെട്ടിയെടുക്കാം. ഇത്ര തന്നെ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത ഐറ്റമാണ് ഫിലിം സ്ട്രിപ്സ്. ഇപ്പം ഞാൻ ഫിലിം സ്ട്രിപ്പുകൾ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാനിത് A4 ഷീറ്റിലൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് നമുക്ക് വേണ്ട നീളത്തിലും വീതിയിലും കട്ട് ചെയ്തെടുക്കുക. പിന്നെ 2 സൈഡിലും ഇങ്ങനെ ഓരോ വര വരയ്ക്കുക. ഇടയിൽ ഇങ്ങനത്തെയും ഹൊറിസോണ്ടലായിട്ടും വര വരയ്ക്കുക. പിന്നെ സൈഡുകളിൽ ഇങ്ങനെ വിട്ട് കുറച്ച് ബ്ലോക്സ് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്ത ഐറ്റമാണ് ജേണൽ സ്റ്റാമ്പ്സ്. ഇത് ഞാൻ ഫസ്റ്റ് വെട്ടിയപ്പോൾ കുറച്ച് കുളവായി, പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ഡിസൈൻ വരച്ച് വെച്ചു. ഞാനിത് ഇവിടെ വെക്കാം കേട്ടോ. പിന്നെ അടുത്തത് അതേപോലെ ഞാൻ വീണ്ടും ചെയ്തു. ഇത് പിന്നെയും കുറച്ചുകൂടെ നന്നായി വന്നു. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് നമ്മൾ മുറിച്ചത് കുറച്ച് ഗ്യാപ്പ് വിടാതെ മുറിച്ചതുകൊണ്ട് ഇങ്ങനെ 2 എണ്ണമായിട്ട് വരും. ഇതിപ്പോൾ ആകെ ഇവിടെ ഒരു ജോയിൻറ്റിൻ്റെ ബലത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഞാനിതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഒന്നുകൂടെ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് കാണിച്ചു തരാം. ഇപ്പം ഒരു നീളത്തിലുള്ള നമുക്ക് ആവശ്യമുള്ള നീളത്തിലും വീതിയിലുള്ള ഒരു പേപ്പർ മുറിച്ചെടുക്കാം. പിന്നെ നമുക്കിതിൽ 4 പീസസ് ആയിട്ട് വരുന്ന പോലെ മടക്കാം. നിങ്ങൾക്ക് നല്ല നീളമുള്ള പേപ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ 4 എണ്ണം ആക്കണം എന്നില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആക്കാം കേട്ടോ. ഞാനൊരു മീഡിയം 4 ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമുക്കിങ്ങനെ വരും. ഇനി നമ്മൾ ഇതിനെ ഇവിടെയും നമുക്ക് മെയിനായിട്ട്
സിക്സ് ആയിട്ട് ട്രയാങ്കിൾ രൂപത്തിൽ മുറിക്കണം. അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് ഈ സൈഡുകളും വേണമെങ്കിൽ മുറിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഇപ്പം നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ രണ്ട് മുകളിലും താഴെ ഇങ്ങനെ മുറിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഇത് പകുതിയായിട്ട് ഇങ്ങനെ വിട്ട് വരാതിരിക്കുള്ളൂ കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ ചിത്രങ്ങളൊന്നും വരയ്ക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഡിസൈൻ കൊടുത്തോളൂ. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് വാഷി ടേപ്സ്. ഇപ്പം ഞാനൊരു 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഈ ബ്ലൂയും പിന്നെ ഈ ഗ്രീനും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനുണ്ടോ സെലോ ടേപ്പ് വെച്ചിട്ടാണ്, സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടാണ്. അപ്പം നമുക്കിത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിങ്ങനെ സെലോ ടേപ്പ് നമുക്കിങ്ങനെ എടുത്തിട്ട് പിന്നെ ഇതിങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരും. ഈ പിങ്ക് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനത്തെ ഒരിത് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ ഇങ്ങനെ നീട്ടി വരാൻ പറ്റും. പിന്നെ പോവാതിരിക്കാനായിട്ട് പേപ്പർ ആയതുകൊണ്ട് നിൽക്കില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെ ഇങ്ങനെ നിർത്താനും പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ ഇത് വേറൊന്നും ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഞാനിതൊരു യെല്ലോയിഷ് തീമിലെടുത്തിരിക്കുകയാണ്. ഇതിൽ ഞാനിതൊരു 2 സൈഡും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീതി ആകെ ഇത്ര വരുള്ളൂ. ഇതൊരു 2 പേപ്പറാണ്. അപ്പോൾ എനിക്ക് നീളം മതിയാവാൻ വേണ്ടിയിട്ട് ഞാൻ 2 എണ്ണം ചെയ്യുന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നീളം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ പിങ്കൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത് ഉള്ളിൽ നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കെട്ടാനല്ല, ഇത് ചുറ്റാൻ ഉപയോഗിച്ചത് ഇത് ഇങ്ങനത്തെ കുഴലുണ്ടാവില്ലേ, ഇതിലെ കാർഡ്ബോർഡാണ്. പക്ഷേ നമുക്ക് ഇതിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പേപ്പർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനെ സ്മൂത്തായ കാർഡ്ബോർഡുകളുണ്ടാവും, കുറച്ച് നൈസായ സോഫ്റ്റ് ആയതുണ്ടാവും വേഗം. അപ്പോൾ അത് ഫ്ലെക്സിബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഏതെങ്കിലും റൗണ്ട് ഒബ്ജക്ട്സിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനെ കൃത്യം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് ഇതിൽ തന്നെ ഈ ഒരു ഓർഗനൈസറിൽ തന്നെ നമുക്ക് ഈ ഒരു ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കോഡ് ലേബിൾസ് ആണ്. അപ്പം ഞാൻ കുറേ കോഡ്സുകൾ ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത് കുറേ എണ്ണം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇതൊരു കോഡ് ലേബിൾസ് ആണ്. ഇനി നമ്മുടെ അടുത്ത സാധനം എന്ന് പറയുന്നത് ബ്രൗൺ പേപ്പേഴ്സ് ആണ്. ബ്രൗൺ പേപ്പറിന് ഈ ഒരു 2 സാധനങ്ങളാണ് നമുക്ക് ഉപയോഗപ്പെടുക. നമുക്ക് വേണമെങ്കിൽ സാധാരണ ഒരു വൈറ്റ് പേപ്പറിൽ നമുക്ക് ഇങ്ങനെ ചായപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ കോഫി പൗഡറൊക്കെ ഇങ്ങനെ തേക്കാൻ പറ്റും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്. അതിന് പകരം ഞാനിവിടെ എടുക്കുന്നത് ഇങ്ങനെ കടയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇത് ഗ്രോസറീസ് വല്ലതും വാങ്ങിക്കണമെങ്കിൽ ഇങ്ങനത്തെ കിട്ടും. ഇത് ശരിക്കും കുറച്ചുകൂടി നല്ല ആപ്റ്റാണ്. കാരണം ഇത് കണ്ടാലും ശരിക്കും അങ്ങനെ തോന്നുള്ളൂ കേട്ടോ. കുറച്ച് വിൻറ്റേജ് ലുക്കൊക്കെ വരുന്നുണ്ട് ഇതിൽ. ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത സാധനം എന്ന് പറയുന്നത് ക്രഷ്ഡ് കളർ പേപ്പേഴ്സ് ആണ്. ഇതാണ് അപ്പോൾ ഐറ്റം. ഇതിൽ നമുക്ക് കളർ പേപ്പേഴ്സ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ കളർ പേപ്പേഴ്സ് ഇല്ലാത്തവർ ഇതുപോലെ A4 ഷീറ്റോ 1 സൈഡ് പേപ്പറോ ഏതെങ്കിലും നമ്മുടെ വാട്ടർ കളർ എന്തെങ്കിലും തേച്ചാൽ മതി കേട്ടോ. പിന്നെ അതിനൊന്നിങ്ങനെ നമുക്കിങ്ങനെ ചുറ്റാൻ വലിയ പണിയില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രഷ്ഡ് പേപ്പർ ആയിക്കഴിഞ്ഞു. നമുക്ക് ഇല്ലെങ്കിൽ സാധാ പേപ്പറിൽ വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. പക്ഷേ ഇതിൽ ചെയ്യുമ്പോൾ ഇതിൽ ചെറിയൊരു നനവോട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല എഫക്റ്റീവായിട്ട് കണ്ടോ, കുറച്ചുകൂടെ നല്ലോണം നല്ല ചുളുങ്ങി കിട്ടും കേട്ടോ നമുക്ക്. ഇതാണ് അപ്പോൾ അവസാനത്തെ ലുക്ക്. ഇതാണ് ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതും ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇതിങ്ങനെ വെക്കാം. ഇനി നമ്മുടെ അടുത്ത ഐറ്റമാണ് സ്റ്റിക്കേഴ്സ്. ഇതിൽ നമുക്ക് നമ്മുടെ ഇതുപോലത്തെ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രിൻ്റ് എടുത്ത സ്റ്റിക്കേഴ്സൊക്കെ എടുക്കാം. ഇല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയ ഇതുപോലത്തെ കവായ് സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഏത് സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇതിൽ അടുത്തത് വരുന്നത് കുറച്ച് കോയിൻ സ്റ്റിക്കേഴ്സാണ്. ഇതിൽ കോയിൻ്റെ ഷേപ്പ് അളവെടുത്തിട്ട് നമുക്ക് ഇതിലിങ്ങനെ
ഷെയ്ഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോയിൻസിന് തന്നെ ഇങ്ങനെ അതിന് താഴെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഷെയ്ഡ് ചെയ്താൽ നമ്മൾ പണ്ടൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിക്കില്ലേ, അതുപോലത്തെ ചെയ്ത് കിട്ടും. ഇതിൽ ഞാൻ ഇങ്ങനെ ഷേപ്പ് അളവെടുത്തിട്ട് വെറുതെ ഇങ്ങനെ വരച്ചിട്ട് ചെയ്തതാണ്. ഞാൻ എന്തൊരു 6 കളേഴ്സിൽ ചെയ്തു. ഇത് ഞാൻ കട്ട് ചെയ്തു ഓൾറെഡി, അത് കുഴപ്പമില്ല. പിന്നെ ഈ ബ്ലാക്ക് ബോർഡറോട് കൂടി കട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സെലോ ടേപ്പ് ഒട്ടിച്ച് സ്റ്റിക്കേഴ്സ് ആക്കാം. ഇല്ലെങ്കിൽ ഞാനിതിപ്പോൾ നമുക്ക് ഉള്ളിൽ എഴുതാനോ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻസ് ഒക്കെ ഇങ്ങനെ വരച്ച് കണ്ടിട്ടില്ലേ പിൻട്രസ്റ്റിലൊക്കെ, അതുപോലത്തെയൊക്കെ വേണമെങ്കിൽ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ സെലോ ടേപ്പ് ഒട്ടിക്കുന്നതിന് മുമ്പേ വരയ്ക്കുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും ഞാൻ ഇവിടെ വയ്ക്കാം. ഇതില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ വയ്ക്കാം, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി അടുത്തത് കുറച്ച് വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. ഇത് സ്റ്റിക്കേഴ്സ് തന്നെയാണ്, പക്ഷേ നമുക്ക് എന്താ പറയുക, ഇത് ഹോം മെയ്ഡ് അല്ല. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു എന്ന് മാത്രം. അത് നമുക്ക് ജേർണലിന് ഉപയോഗപ്പെടും. അപ്പോൾ ഞാൻ അതും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റമാണ് പേപ്പർ ഡോയിലീസ്. ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ വന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഐറ്റം വരിക. ഇത് നമ്മൾ ചെയ്യുന്നത് ടിഷ്യൂലാണ്. പിന്നെ കുറേ പേര് പേപ്പറിൽ ചെയ്ത് തരുന്നുണ്ട്, പക്ഷേ പേപ്പറിനെക്കാളും കുറച്ചുകൂടെ നല്ലത് ടിഷ്യൂ ആണ്. കാരണം പേപ്പർ ഡോയിലീസ് പറഞ്ഞാൽ കുറച്ചുകൂടെ തിന്നായ സംഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് ടിഷ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാൻ ആകെ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ടിഷ്യൂ ആണ്. ഒരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ച ഒരു ടിഷ്യൂ. പിന്നെ ഒരു സിസേഴ്സ് ആണ് കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ടിഷ്യൂവിനെ നമ്മൾ 4 ആക്കി മടക്കണം. മടക്കുക. ഇനി അതിനെ ഇതുപോലൊരു ട്രയാങ്കിളാക്കി ഇങ്ങനെ മടക്കണം കേട്ടോ. ഇങ്ങനെ ഇതൊന്നും നമുക്ക് നേരെ മടക്കി കൊടുക്കാം. ഈ ട്രയാങ്കിളിൽ ഇങ്ങനെ മുറിച്ചെടുത്ത സാധനത്തിനെ നമ്മൾ ഈ ഒരു മുകളിലത്തെ അറ്റമല്ലേ, ആ കോണിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പകുതിക്ക് വെച്ച പോലെ ഇങ്ങനെ കൂർത്ത അറ്റമാക്കി മാറ്റാം. ഇതിനൊന്ന് ഫസ്റ്റ് നേരെ ആക്കിയിട്ട് ഇങ്ങനെ മടക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അതായത് ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഈ മൈലാഞ്ചി കോണില്ലേ, അതിൻ്റെ അറ്റം പോലെയാണ് പെട്ടെന്ന് തോന്നുക. ഇനി അതിനെ ഒന്നുകൂടെ നമുക്കിങ്ങനെ മടക്കാം, പകുതിയാക്കി ഒന്നുകൂടെ മടക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അറ്റം ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇതൊരു കർവ്ഡ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതൊരു സൺഫ്ലവറിൻ്റെ എഡ്ജില്ല അതുപോലത്തെ ഷേപ്പിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വെട്ടിയെടുത്തത്. ഇനി നമുക്കിങ്ങനെ തുറന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, നമുക്കിങ്ങനെ വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഉള്ളിലൊക്കെ കുറച്ച് ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. അതായത് പിന്നെയും ഇത് ഒന്നുകൂടെ ഇങ്ങനെ മടക്കിയാൽ മതി. ഇതൊന്നുകൂടെ അതേപോലെ മടക്കുക. പിന്നെയും അതിനെ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത അതേപോലെ തന്നെ തിരിച്ച് മടക്കുക. എന്നിട്ട് പിന്നെ അതിനെ ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. സോറി, ക്യാമറയൊക്കെ ഒന്ന് ചെറുതായി ഇളകി പോകണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇതിനെ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് വന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ ഇങ്ങനെയാണ് പേപ്പർ ഡോയിലീസ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, താങ്ക് യു. ഇനി ഇത് കഴിഞ്ഞില്ല. ഇനി ഈ നമ്മൾ ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് ഇനി കുറേ ജേർണൽസ് വരാനുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. ടാറ്റ, താങ്ക് യു.